الحمد لله الذي حثنا على فعل الخيرات وبذل الصدقات وأجرى ثوابها في الحياة بعد الممات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدًا عبد الله ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله، واحرصوا على مرضاته، وتزودوا للقائه، فإن العمر ساعة ويأتي الأجل، ولا يجد الإنسان أمامه إلا ما قدم من عمل. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ റഹ്മാനും റഹീമുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി, നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ദിവസങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മളോടൊപ്പമുണ്ട്. അതിലാദ്യ ഭാഗങ്ങൾ ഇതാ കടന്നു പോയി കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള അവസരങ്ങൾ അതിൻ്റെ ഓരോ നിമിഷങ്ങളും നഷ്ടപ്പെടാതെ നന്മകളാക്കി, പുണ്യങ്ങളാക്കി, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന, എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന സ്വർഗഭാഗ്യം ലഭിക്കുന്നവരാവാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മകളുടെ അവസരങ്ങൾ കാണിക്കുകയും പരിചയപ്പെടുത്തുകയും അതിന് വേണ്ടി പ്രേരിപ്പിക്കുകയുമാണ്. എപ്പോഴും ഇസ്ലാമിൻ്റെ ആഹ്വാനമായി, ഖുത്ബകളുടെ ഉത്ബോധനമായി തഖ്വ കൊണ്ടുള്ള വസിയത്ത് നമ്മൾ കേൾക്കും. നോമ്പിൻ്റെ വിഷയത്തിലുമൊക്കെ ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? തഖ്വ ഉള്ളവരാവാൻ വേണ്ടി. സൂറത്തുൽ ഹശ്റിലെ വചനം, എങ്ങനെയാണ് തഖ്വ ഉണ്ടാവുക? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് എല്ലാ അർത്ഥത്തിലും ധർമ്മനിഷ്ഠയുള്ള, അവൻ്റെ വിധിവിലക്കുകളെ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ശ്രമിക്കുക. എങ്ങനെയാണത് സാധിക്കുക? ഈ വചനത്തിൽ ചെറിയ ഒരായത്തിൽ 2 തവണ ഇത്തഖുല്ലാ എന്ന് പറയുകയാണ്. അതിനിടയിൽ എങ്ങനെയാണ് തഖ്വയുണ്ടാവാൻ സാധിക്കുക എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ, ഓരോ മനുഷ്യനും, ഓരോ നഫ്സും എന്താണ് നാളേക്ക് ഉപകാരപ്പെടുന്ന, എന്താണ് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നോക്കണമെന്നാണ്. നാളെ എന്നത് നമ്മളെ കണക്കുകൂട്ടലുകളുടെ ഇന്ന് നാളെ എന്ന അർത്ഥമല്ല. ഐഹികമായ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്. ഒരിക്കലും ഇവിടെ ശാശ്വതമായി ആരും ബാക്കി നിന്നിട്ടില്ല. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇസ്ലാം ഏറ്റവും പ്രധാനമായ ഈമാനിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ആഖിറത്തിലുള്ള വിശ്വാസം. ആ മരണാനന്തരമുള്ള ലോകത്തേക്ക് ഉപകാരപ്പെടുന്നത് എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക, ഉറപ്പുവരുത്തുക. വത്തഖുല്ലാ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമുക്കറിയാം, കർമ്മങ്ങൾ ഒരുപാട് ഇസ്ലാം നിർബന്ധമാക്കിയതുമല്ലാത്തതുമുണ്ട്. നമസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, അങ്ങനെ പലതും. എന്നാൽ നമസ്കാരം ഒരു സത്യവിശ്വാസി ശുദ്ധി ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു, അതിനു വേണ്ടി ആരംഭിച്ചു, നമസ്കാരം അവസാനിക്കുന്നു. ഇതിൻ്റെ എത്രത്തോളം അത് വേണ്ട രൂപത്തിലായി, എത്രത്തോളം അത് അള്ളാഹുവിൻ്റെ പക്കലെത്തി, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടു, അതെല്ലാം വ്യത്യസ്തമായ അളവിലാണ്. പക്ഷേ നിർവഹിക്കുന്ന ആളിൽ തന്നെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ, അതിനപ്പുറം മറ്റുള്ളവരിലേക്ക് എത്തുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നന്മകൾ ഉണ്ടാവണം.
അതാണ് എപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങളാണ് എല്ലാവരേക്കാളും ഉത്തമർ, ഏറ്റവും ശ്രേഷ്ഠർ. എന്തുകൊണ്ട്? ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അത് നിർബന്ധമായ ഏതാനും അനുഷ്ഠാനങ്ങളിൽ മാത്രം അവസാനിക്കുന്നില്ല. മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവൻ ആരാണോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈർ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ, ഓമന മകൾ ഫാത്തിമ ബീവിയുടെ പുത്രൻ അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു പറയുന്നു, പള്ളിയിൽ ഒരാൾ വന്നിട്ട് അത്യാവശ്യം സഹായത്തിന് വേണ്ടി വന്ന് സമീപിച്ചപ്പോൾ പലരും പല ഉദറുകൾ പറഞ്ഞു. ഇഅ്തികാഫിലാണ്, പള്ളിയിലിരിക്കുകയാണ്, ഇബാദത്തിലാണ്. ഹസൻ റളിയല്ലാഹു അയാളുടെ കൂടെ പോയി കഴിയുന്ന ഒത്താശകൾ ചെയ്തു കൊടുത്തു, അയാളുടെ ആവശ്യം നിവർത്തിച്ചു. അദ്ദേഹം പറയുകയാണ്, ഒരു മാസം ഈ പള്ളിയിലിരിക്കുന്നതിനേക്കാൾ ഒരു സഹോദരൻ്റെ ആവശ്യം നിർവഹിക്കാൻ അവൻ്റെ കൂടെ പോകുന്നതാണ് എനിക്ക് പുണ്യം എന്ന്. അപ്പോൾ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ, കാര്യങ്ങളുണ്ടാവണം. കേവലം തന്നിൽ തന്നെ അവസാനിച്ചു തീരുന്ന അനുഷ്ഠാനങ്ങൾ മാത്രം പോരാ എന്നർത്ഥം. അതാണ് ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ. നോമ്പ് കാണാനും കാണിക്കാനും പറ്റാത്തൊരു കർമ്മമാണ്. പക്ഷേ നോമ്പുകാരൻ്റെ ശീലങ്ങൾ, അവൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ ചര്യകൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് നന്മകൾ അത് അടങ്ങിയിരിക്കുന്നു. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈർ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റാരേക്കാളും ഉദാരനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫി റമളാന, ഏറ്റവും കൂടുതൽ തൻ്റെ ദാനശീലം നിറഞ്ഞു കാണുന്നത്, പ്രകടമാകുന്നത് റമളാനിലാണ്. നോമ്പെടുത്താൽ ഖുർആൻ പാരായണവും ദിക്റും ദുആയും ഇബാദത്തും മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് എത്തുന്ന ദാനങ്ങൾ ഉണ്ടാവണം. നിർബന്ധമായ സക്കാത്തും അല്ലാതെയുള്ള ദാനങ്ങൾ, സദഖകളും, അക്കൂട്ടത്തിൽ പ്രത്യേകമായ സദഖയുടെ ദാനധർമ്മങ്ങളുടെ അമൂല്യമായ ഉത്തമമായ ഒരു മാതൃക ഇസ്ലാം ജനങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതാണ് വഖഫ് എന്നത്. വഖഫ് അത് നിർബന്ധമായ സക്കാത്തിൻ്റെ വിഹിതം എണ്ണിക്കണക്കാക്കി കൊടുത്തു വീട്ടുകയല്ല, നിർബന്ധമല്ല. പക്ഷേ തൻ്റെ സമ്പാദ്യത്തിലുള്ള തൻ്റെ സ്വന്തമായ വിഭവങ്ങൾ അതിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുക. സ്വന്തക്കാരെയും ആശ്രിതരെയും പട്ടിണിയാക്കിയിട്ടല്ല, ഉള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ മൂലധനത്തിൽ നിന്ന്, അത് ഭൂമിയാവാം, കെട്ടിടങ്ങളാവാം, മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളാവാം, വാഹനങ്ങളാവാം, എന്തുമാവാം, അത് മറ്റുള്ളവർ, അതിൻ്റെ ഉപകാരം മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്ന രീതിയിൽ ദാനം ചെയ്യുക. അത് വിൽക്കാനോ ഇടപാടുകൾ നടത്താനോ മറ്റാർക്കെങ്കിലും കൊടുക്കാനോ എഴുതി വെക്കാനോ അനന്തരാവകാശികൾക്ക് കൊടുക്കാനോ ഒന്നും പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദാനമായി എന്നും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ മരണമടഞ്ഞാൽ 3 കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. ഒന്ന്, ഇൽമുൻ യുന്തഫഉ ബിഹി, വൈജ്ഞാനികമായ സംഭാവനകൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ പഠിപ്പിച്ചു, നല്ല അറിവുകൾ പകർന്നു കൊടുത്തു, അക്ഷരജ്ഞാനം നൽകിയതുപോലും മഹത്തായ അനുഗ്രഹമാണ്, വലിയ സഹായമാണ്. ഇങ്ങനെ ആ പഠിച്ചവരും പിന്നീട് അവരിൽ നിന്ന് മനസ്സിലാക്കിയവരും ഏറ്റെടുത്തവരും തലമുറകളായി അത് കൈമാറിപ്പോവുകയാണ്. വലിയ മഹാസംഭവമായി അത് മാറുകയാണ്. ഗുരുനാഥന്മാരെ ഓർക്കാത്ത, ആദരപൂർവ്വം ഓർക്കാത്ത ആരാണുള്ളത്? അപ്പോൾ ആരൊക്കെ ഈ വിദ്യ അഭ്യസിക്കുന്നുവോ, പ്രയോജനപ്പെടുത്തുന്നുവോ, അതിൻ്റെ എല്ലാം പുണ്യം പഠിപ്പിച്ച മനുഷ്യൻ മരണമടഞ്ഞാലും കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ മറ്റൊന്നാണ് പറഞ്ഞത്, സദഖത്തുൻ ജാരിയ വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തൻ്റെ കാലശേഷവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ സന്താനം. അത് വെറുതെ ഉണ്ടാവുന്നതല്ല, മക്കളെ പരിപാലിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും അനന്തരമായി ഉണ്ടാവുന്നതാണ്. അതുപോലെ സദഖത്തുൻ ജാരിയ, പെട്ടെന്ന് തീർന്നു പോവാത്ത,
തൽക്കാലത്തെ ഒരു ആവശ്യത്തിൻ്റെ പരിഹാരം എന്ന രീതിയിലല്ല, ശാശ്വതമായി ബാക്കി നിൽക്കുന്ന ദാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ഒരു വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. തൻ്റെ മരണശേഷം തൻ്റെ കർമ്മങ്ങളിൽ നിന്ന്, നന്മകളിൽ നിന്നും പിന്നെയും അദ്ദേഹത്തിലേക്ക് അതിൻ്റെ പുണ്യം എത്തിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ, ഇൽമൻ അല്ലമഹു വനശറഹു, ഒരറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചു, അങ്ങനെ വൈജ്ഞാനികമായ സംഭാവന നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, ഒരു മുസ്ഹഫ് മറ്റുള്ളൊരാൾക്ക് കൊടുത്തു, അതാൾ പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു, അത് തലമുറകളായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു പള്ളി ഉണ്ടാക്കി കാലാകാലങ്ങളിൽ ലോകം അവസാനിക്കുന്നതുവരെ അള്ളാഹുവിൻ്റെ ഭവനമായി അത് ബാക്കി നിൽക്കുന്നു. എത്ര ചെറുതാണെങ്കിലും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ, അവിടെ നിന്ന് പാരായണം ചെയ്യുന്നവർ, അവിടെ നിന്ന് നമസ്കരിക്കുന്നവർ, അതിൻ്റെ എല്ലാം പുണ്യം ഇതിന് തുടക്കം കുറിച്ച ദാനം ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഔ ബൈത്തൻ ലിബ്നി സബീൽ ബനാഹു, വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടമുണ്ടാക്കി, അതാരുടെയും സ്വന്തമല്ല, എല്ലാവർക്കും ദാനമായി നിശ്ചയിച്ചു. ഇങ്ങനെ എപ്പോഴെല്ലാം അത് ജനങ്ങൾ പ്രയോജനപ്പെടുത്തുമോ അപ്പോഴെല്ലാം അതിൻ്റെ പുണ്യം ഇയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലെങ്കിൽ ഒരു ജല സൗകര്യങ്ങളുണ്ടാക്കി വെള്ളം കുടിക്കാനും ശേഖരിക്കാനും ഒക്കെയുള്ള സംവിധാനം ഒരുക്കി എല്ലാവർക്കും ദാഹം മാറ്റാൻ, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കുമെല്ലാം അതുപോലെ ദാനമായി, സ്ഥായിയായ ദാനമായി നൽകിയിട്ടുള്ളത്. ഇത് വഖഫിൻ്റെ ഇനത്തിൽപ്പെടുന്നതാണ്. അതെന്നെന്നും മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ദാനശീലത്തെ, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഇന്നത്തെ ഉപദേശത്തിലൂടെ. ഈ രാജ്യത്തിൻ്റെ പിതാവ് മഹാനായ ഷേഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇതിൽ ഉന്നതമായ മാതൃക കാണിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം തുടങ്ങിവെച്ച ഈ നാട്ടിലും പുറത്തും വിദേശങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് വഖഫിൻ്റെ അടയാളങ്ങൾ അദ്ദേഹം ബാക്കി വെച്ചത് കാണാൻ സാധിക്കും. ഇന്നും ലോകം അത് ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തക്കതായ മഹത്തായ പ്രതിഫലം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ ധാരാളം ഇത് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ തൻ്റെ ഒരു വിലപ്പെട്ട, വളരെ വിലപിടിച്ച സ്ഥലം ദാനമായി വഖഫായി ചെയ്തത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല വിലയുള്ള ഒരു സ്വത്ത് കിട്ടിയിട്ടുണ്ട്, ഞാനത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു വഖഫായി നിശ്ചയിക്കുകയുണ്ടായി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പ്രസിദ്ധമാണ്. ബീർ റൂമ എന്ന് പറയുന്ന കിണർ, ഒരു യാത്രയിൽ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള യാത്രയിൽ, ദാഹജലത്തിൻ്റെ പോലും അങ്ങേയറ്റം കുടുങ്ങിയ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിവക്കിൽ ഒരു കിണർ കണ്ടു. ആ കിണർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നൽകുമോ, ജനങ്ങൾക്ക് ദാനമായി എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ സമ്മതിച്ചില്ല. എനിക്കെന്താ കിട്ടുക? അള്ളാഹുവിൻ്റെ സ്വർഗം. പക്ഷേ അദ്ദേഹത്തിന് അത് ഒഴിവാക്കാൻ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങളാ പറഞ്ഞ വില ആ കിണറിന് ഇപ്പോഴും ഉണ്ടോ? സ്വർഗം? അതെ, തീർച്ചയായും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയിട്ട് അത് വിലക്ക് വാങ്ങി. അന്നത്തെ കാലത്ത് 35,000 ദിർഹം വിലയുള്ള വില പേശി അത് വാങ്ങി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനമായി നൽകുകയുണ്ടായി. ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ വലിയ ജനസേവനത്തിൻ്റെ മേഖലയായി ഇന്നും ആ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അലി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ യാമ്പുവിൽ തൻ്റെ കെട്ടിടവും സ്ഥലവും വഖഫായി നൽകുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവിനനുസരിച്ച് ഒരുപാട് ആളുകളുടെ വഖഫിൻ്റെ ശേഖരം ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ ഒരു പദ്ധതിയായി ആവിഷ്കരിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഇന്നുണ്ട്. എന്തെങ്കിലും സ്ഥിരമായ ഒരു നന്മയുടെ മാർഗത്തിലേക്ക് തൻ്റേതായ പങ്കാളിത്തമായി നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇബാദല്ലാഹ് ഉസീകും സാനിയും വഇയ്യായ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ജീവിതത്തിൻ്റെ അനർഘങ്ങളായ ഓരോ നിമിഷങ്ങളിലും വീണ്ടും അത് ആവർത്തിക്കണം, വന്നു കിട്ടണമെന്ന ഒരു ഉറപ്പുമില്ലാത്ത ആയുസ്സിൻ്റെ അംശങ്ങൾ ഓരോന്നും പുണ്യങ്ങളാക്കി നന്മകളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒത്താശകളായി എല്ലാ നിലക്കുമുള്ള ദാനധർമ്മങ്ങൾ അത് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിലൊരു വചനം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഒരിക്കലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക, ദാനമായി ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധ്യമല്ല. എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ആർക്കെങ്കിലും കൊടുക്കുക എന്ന രീതിയിലല്ല. ആവശ്യമുള്ളപ്പോൾ തന്നെ വിലപിടിപ്പുള്ള സംഗതികൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് പകരമായി നൽകുന്ന ഒരു കച്ചവടമായിട്ട് അതിനെ കാണേണ്ടതാണ്. മഹാനായ സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിച്ച് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകരെ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യണം എന്നല്ലേ, അള്ളാഹിൻ്റെ പുണ്യം കിട്ടണമെങ്കിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാലോ ഈ തോട്ടമാണ്, ബൈറൂഹ, മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വിശ്രമിക്കാറുണ്ടായിരുന്ന, അവിടുത്തെ വെള്ളം കോരി കുടിക്കാറുണ്ടായിരുന്ന ആ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു ദാനമായി നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്. വല്ലാത്ത ലാഭമുള്ള കച്ചവടമാണ് നീ ചെയ്തത്, വല്ലാത്ത ലാഭമുള്ള കച്ചവടമാണ് എന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഈ തോട്ടം ദാനമായി നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ സാധിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ തൊഴിലും കച്ചവടവും മറ്റ് കാര്യങ്ങളുമെല്ലാം അതിലെല്ലാം അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ധാരാളമായി ഉണ്ടാവുമാറാവട്ടെ. അതിൽ നിന്നെല്ലാം നമുക്ക് നന്മകൾ ധാരാളമായി ചെയ്യാനുള്ള അവസരമായി അതിനുള്ള ഈമാനും ഇൽമും തൗഫീഖുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إن بيننا عبادا لك قد وقفوا أموالهم ابتغاء وجهك أو عزموا على ذلك فارفع يا رب درجاتهم وضاعف حسناتهم واجعل ما أوقفوا ذخرا لهم ولوالديهم يوم العرض عليك والوقوف أمامك يا رب العالمين. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار. اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي عهده لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ارحم والدينا، اللهم ارحم أمهاتنا وآبائنا يا ربنا يا غفور يا أرحم الراحمين. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.